മരണത്തിൻ്റെ തൊട്ടുമുമ്പ് സഹനത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വയ്യ, എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. യേശുവേ, മറിയമേ, അതേ, ഞാൻ മനസ്സാകുന്നു, പൂർണ്ണ മനസ്സാകുന്നു. ദയാവാത്സല്യം നിറഞ്ഞ പരിശുദ്ധ കന്യകേ, എന്നെ സഹായിക്കാൻ വരണമേ. ഞാൻ മരിക്കുകയല്ല, ആയുസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവിക കരങ്ങളിൽ തൻ്റെ ജീവിതം സമർപ്പിച്ച് നിത്യതയിലേക്ക് പ്രവേശിച്ച കൊച്ചുത്രേസ്യ ഒരു നവജീവിതം പരിശുദ്ധ അമ്മയോടും മാലാഖമാരോടുമൊത്ത് സ്വർഗത്തിൽ ആരംഭിക്കുകയായിരുന്നു. വേദനകളുടെ തീവ്രമായ നിമിഷത്തിൽ കർമ്മരമഠത്തിലെ ദീനമുറിയിലെ മരണക്കിടക്കയിൽ വെച്ച് കൊച്ചുത്രേസ്യ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മറിയമേ, ഞാൻ നിന്നേക്കാൾ ഭാഗ്യവതിയാണ്. എനിക്ക് നിന്നെ അമ്മയായി ലഭിച്ചു. നിനക്ക് സ്നേഹിക്കുവാൻ നിന്നെപ്പോലെ മറ്റാരും ഒരമ്മയില്ലല്ലോ. 1897 സെപ്റ്റംബർ 8-ാം തീയതി കൊച്ചുത്രേസ്യ വിജയമാതാവിൻ്റെ പടത്തിൻ്റെ മറുവശത്ത് എഴുതി, ഓ മറിയമേ, ഞാൻ സ്വർഗീയ രാജ്ഞിയും നീ ത്രേസ്യയുമായിരുന്നെങ്കിൽ നീ സ്വർഗരാജ്ഞിയാകുവാൻ വേണ്ടി ഞാൻ ത്രേസ്യയാകുവാൻ ആഗ്രഹിക്കുമായിരുന്നു. ഇതാണ് ജീവിതത്തിൽ ഏറ്റവും അവസാനം കൊച്ചുത്രേസ്യ എഴുതിയ വാക്കുകൾ. വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് യൗസേപ്പ് പിതാവിനോട് അഗാധമായ ഭക്തിയുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ ദുർഘട നിമിഷങ്ങളിൽ അവൾ യൗസേപ്പ് പിതാവിൻ്റെ മുന്നേ വിളിച്ചപേക്ഷിക്കുമായിരുന്നു. റോമൻ യാത്രയിൽ തൻ്റെ ചാരിത്രശുദ്ധിയെ മലിനമാക്കുവാൻ സാധ്യതയുള്ള സമസ്തവും തന്നിൽ നിന്നും അകറ്റിക്കൊള്ളണമേ എന്ന് വിജയമാതാവിനോടും വിശുദ്ധ യൗസേപ്പിനോടും അവൾ പ്രാർത്ഥിച്ചു. അവൾ പറയുന്നു, പരിശുദ്ധ കന്യകയോട് എനിക്കുള്ള സ്നേഹത്തിൽ കലർന്നുപോയ ഒരു ഭക്തിയാണ് ആ പുണ്യ പിതാവിനോട് പോലും ബാല്യം മുതൽക്ക് എനിക്കുണ്ടായിരുന്നത്. കന്യകമാരുടെ കാവൽക്കാരനും പിതാവുമായ വിശുദ്ധ യൗസേപ്പേ എന്ന ജപം എല്ലാ ദിവസവും ഞാൻ ചൊല്ലിയിരുന്നു. തന്നിമിത്തം വിദൂരയാത്ര ഞാൻ ആരംഭിക്കുന്നതിന് ഭയം കൂടാതെയാണ്. ഭയപ്പെടുക അസാധ്യമെന്ന് തോന്നത്തക്ക വിധം അത്ര ഭദ്രമായി ഞാൻ സംരക്ഷിക്കപ്പെട്ടിരുന്നു. ജീവിത കാലം മുഴുവൻ പരിശുദ്ധ കന്യകയോടുള്ള ഭക്തിയിലും വിശ്വസ്തതയിലും അവൾ വളർന്നു വന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.